നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ ഏറ്റവും ദീപ്തമായ മുഖങ്ങളിൽ ഒന്ന്, 3.5 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയെ പരിപോഷിപ്പിക്കുന്ന മിഴിവുള്ള അഭിനേതാവ്, അഭിനയത്തിൻ്റെ സമസ്ത തലങ്ങളിലും തൻ്റെതായ ഇടം കണ്ടെത്തിയ നെടുമുടി വേണുവിനെ നമുക്ക് JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം. വേണുചേട്ടാ, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഇത് വല്ലാത്ത പരിഭവം ഉണ്ട്, അതുണ്ടായിരുന്നു വിളിച്ചിട്ടും വരാത്തതിൻ്റെ ഒരു വിഷമം. ഇപ്പം എനിക്കുള്ള പരിഭ്രമമാണ്. എന്താ കാരണം വെച്ചാൽ ഈ വടവൃക്ഷത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എവിടുന്ന് തുടങ്ങണം? നിസ്സാര കാര്യ, അങ്ങനെ വലിയ ഒരു മറയൊന്നുമില്ല. അതുകൊണ്ട് നമ്മള് ഇതൊരു JB ജംഗ്ഷൻ എന്നുള്ളത് മറന്നിട്ട് നമ്മള് മുറിയിൽ സംസാരിക്കുന്നു വിചാരിച്ച കാര്യങ്ങൾ കഴിഞ്ഞു, അത്ര തീർന്നു. അല്ല, അതൊക്കെ സംസാരിക്കുമ്പോഴേ ഞാനിങ്ങനെ നോക്കുമ്പോൾ 4 പതിറ്റാണ്ട് 4.5 പതിറ്റാണ്ട് ഇത്ര അനുസ്യൂതമായിട്ടുള്ളൊരു കലാപ്രവർത്തനം, ഒരു വലിയ പ്രവാഹം എല്ലായിടത്തും ഉണ്ട്. വേണുചേട്ടൻ ഇല്ലാത്തൊരു പരിപാടിയില്ല എവിടെയാണേലും. അത് നാടകമാണേലും, മിമിക്രി, മോണാക്ട്, അത്യാവശ്യം ചില ഒത്തുചേരലുകൾ, നേരം പോക്കുകൾ, എവിടെ നോക്കിയാലും താങ്കളുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. ഇതൊക്കെ ആയിട്ടും വേണുചേട്ടൻ ഇപ്പോഴും പഴയ നെടുമുടിക്കാരൻ തന്നെയാണ്. ആ ഒരു ഗ്രാമീണത്വം അല്ലെങ്കിൽ ആ ഒരു നാട്ടുമ്പുറത്തുകാരൻ്റെ വ്യാകുലതയും വ്യവഹാരങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്കല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്കല്ല. അത് ലോകത്തിൻ്റെ ഏത് കോണി പോയാലും നമുക്ക് പറിച്ചു കളഞ്ഞാലും പോകാത്ത തരത്തിൽ ഈ നാട്ടുപുറത്തുകാരൻ കയറി പിടിച്ചിട്ടുണ്ട്. അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഒരുപാടുണ്ട്. ഒന്നാമത് ദോഷം എന്ന് പറയുന്നത് ഒരു തരം ഉൾവലിയലാണ്. അത് ബോധപൂർവം നമ്മൾ പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്ര ശ്രമിച്ചാലും ഈ ഒന്ന് വലിയാനുള്ള, സ്വയം വലിഞ്ഞു നിൽക്കാനുള്ള. ഞാൻ പലപ്പോഴും പല സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടും പോലും വേണുചേട്ടന് ഒരു ചെറിയൊരു ഇടം വലിവുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് വിടുന്നില്ല, അങ്ങനെ പറ്റത്തില്ല. ഉള്ളൊരു ഗുണം നമുക്ക് അങ്ങനെ അകത്തോട്ട് വലിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. പുറത്തോട്ട് എത്ര തരക്കാരുമായിട്ട് ബന്ധപ്പെട്ട. അതെ. പിന്നെ പെർഫോമൻസ് ഇറ്റ്സെൽഫ് അതുകൊണ്ടല്ലോ. അപ്പോൾ എന്തായാലും അത് പുറത്തേക്ക് വിട്ടേ പറ്റുള്ളൂ എന്നുള്ള നിലയ്ക്ക് അത് പിന്നെ ഭാഗ്യവശാൽ വന്ന് പെട്ട സ്ഥലമാണ് സിനിമ. ഇതെല്ലാം വിട്ടിട്ട് ഗ്രാമത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കണം, കുറച്ചു കാലം കഴിയണം, അല്ലെങ്കിൽ ഒരു ഇടവേള എടുക്കണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വരുന്നു, തോന്നാറുണ്ട്. പക്ഷെ അത് എനിക്ക് ഈ കുട്ടനാട്ടിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ മനസ്സിലുള്ള കുട്ടനാട് പഴയ കുട്ടനാടില്ല. അത് മനസ്സിൽ നല്ല പച്ച പിടിച്ച് മനോഹരമായിട്ട് കിടക്കുകയാണ്. പണ്ട് മീനൊക്കെ പിടിച്ച് നീർക്കോലിയൊക്കെ കുടുക്കി പല രൂപത്തിലുള്ള. അതെ, അതിൻ്റെ എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങളും നമ്മൾ തൊട്ടറിഞ്ഞ് അതിനോടൊക്കെ സമരസപ്പെട്ട് അങ്ങനെ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. പിന്നെ കുട്ടനാടിൻ്റെ താളം തെറ്റി. റോഡുകൾ വരണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടുകാർ തല്ലും. പുരോഗതി എന്തായാലും അനിവാര്യമാണ്. പക്ഷേ പറ്റിയെന്താ വെച്ചാൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ വന്ന ഒരുപാട് മാറ്റങ്ങൾ. ഈ റോഡുകൾ വന്നപ്പോൾ തന്നെ ഞരമ്പുകൾ മുറിക്കുന്ന പോലായിപ്പോയി. ഈ ഒഴുക്കുകളൊക്കെ നിന്നു, വെള്ളം കെട്ടിക്കിടക്കുക ഒരുപാട്. അത് പറഞ്ഞാൽ തീരില്ല. വേണുചേട്ടന് വളരെ വേണ്ടപ്പെട്ട ഒരാളെ ഞാൻ ഈ ഘട്ടത്തിൽ കൊണ്ടുവരട്ടെ. എന്തുകൊണ്ട് വിശേഷം? ഇപ്പം ഗൾഫിൽ പോയിട്ട് എങ്ങനെ ഇരുന്നു പരിപാടിയൊക്കെ? നിനക്ക് ഞാൻ പണ്ട് പേരിട്ട് ഓർക്കുന്നുണ്ടോ? ശശിന്നും വേണുഗോപാലിനും പേരിട്ട ഞാനാണ്. ഓർക്കുന്നുണ്ടോ? വല്ല ഓർമ്മയുണ്ടോ അതേപ്പറ്റി? അന്ന് നായരില്ലാത്ത ഒരാളെ ഉള്ളൂ, നീ മാത്രം. ഞങ്ങളെല്ലാം നായന്മാരായിരുന്നു. എൻ്റെ രണ്ടാമത്തെ ചേട്ടനാണ്. ഏറ്റവും മൂത്ത ആള് ഞങ്ങൾ 5 സഹോദരന്മാരാണ്. അതിൽ രണ്ടാമത്തെ ആളാണ്. ഇദ്ദേഹമാണ് ഇപ്പോൾ തറവാട്ടിൽ താമസിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ചേട്ടന്മാർക്കെല്ലാം ഈ രവീന്ദ്രനാഥൻ നായർ, അച്ഛൻ കേശവള്ള സാറ്, അമ്മ കുഞ്ഞുകുട്ടി അമ്മ. അച്ഛൻ നെടുമുടി സ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു, അമ്മ പൊങ്ങേഴ്സ് സ്കൂൾ ടീച്ചറായിരുന്നു. ഇതാണ് ഞങ്ങൾ 5 പേര്. 5 പാണ്ഡവന്മാരായിരുന്നു.
അത് ഞാൻ ഏറ്റവും ഇളയാളാ. ഒരു പെൺകുട്ടി ഉണ്ടായില്ല. ഇല്ല, അത് 3 കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അടുത്തതൊക്കെ പെൺകുട്ടികളായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവര്. അത് നടന്നില്ല. പിന്നെ അത് നമ്മൾ നാടകത്തിൽ സ്ത്രീവേഷം കെട്ടി കുറെയൊക്കെ. അല്ല, വേണുചേട്ടൻ ആദ്യകാലത്തൊക്കെ സ്ത്രീവേഷമായിരുന്നു. സ്ത്രീകളെ തന്നെ അമ്പരിപ്പിച്ച് കളിച്ചു എന്ന് ആൾക്കാർ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, എന്നാലും സ്ത്രീവേഷമായിരുന്നു തുടക്കം. എനിക്ക് തോന്നുന്നു സമ്മാനം തന്നെ മേടിച്ചിട്ടുണ്ട് അല്ലേ? ഈ പിന്നെ നല്ല നടിക്കുള്ള ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് സ്കൂളില് പെൺകുട്ടികൾ മത്സരിക്കുന്നുണ്ട്, പക്ഷെ എനിക്കാണ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയത്. ഈ സ്ത്രീകളോടൊക്കെ ഇങ്ങനെ ആദ്യകാലത്ത് പെരുമാറുമ്പോൾ ആ വിമിഷ്ടവും അതൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് ഈ 5 ആണുങ്ങളാണ് വീട്ടില്, പെണ്ണുങ്ങളില്ല. അമ്മ മാത്രമേ ഉള്ളൂ പെണ്ണായിട്ട്. പിന്നെ അപ്പം എന്തായാലും ഒരു സങ്കോചം ഉണ്ടാവും. അത് സത്യം പറഞ്ഞാൽ മാറിയത് ഈ നാടകത്തിലും സിനിമയിലൊക്കെ വന്നതിന് ശേഷമാണ്. കോളേജ് പഠിക്കുമ്പോൾ പോലും അങ്ങനെ ഒരു സങ്കോചം ഉണ്ടായിരുന്നു. പക്ഷെ മറ്റൊരു നിവൃത്തിയില്ല. കാരണം നമ്മൾ ദിവസം പ്രതി ഇടപെടേണ്ടതുള്ളതുകൊണ്ട് ആ സങ്കോചമൊക്കെ മാറി. അച്ഛൻ്റെ ഒരു സ്വാധീനം, വേണുചേട്ടൻ്റെ ഒരു കുടുംബ പ്രൊഫൈൽ ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ തലമുറയിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും കിട്ടാത്തൊരു സൗഭാഗ്യം അവിടെ കിട്ടി. അച്ഛൻ്റെ ശമ്പളം, അമ്മയുടെ ശമ്പളം, അതിൽ നല്ല പങ്കും മക്കളുടെ കലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മുടക്കുന്ന. ആ കാലഘട്ടത്തിലൊന്നും അങ്ങനെ ചെയ്യുന്ന അച്ഛന്മാരും അമ്മമാരും വളരെ അപൂർവമായിരുന്നു. ഒരു അസുലഭ സൗഭാഗ്യം എന്നൊക്കെ പറയാവുന്ന ഒരു കുടുംബ അന്തരീക്ഷമാണ് കിട്ടിയത്. പക്ഷെ എന്നാലും ചില വിക്രിയകളൊക്കെ താങ്കൾക്കുണ്ടായിരുന്നു. അമ്മ ഉണ്ടാക്കുന്ന മെഴുക്കുവരട്ടിയൊക്കെ മോഷ്ടിക്കലും പരിപാടികളും അതൊക്കെ താങ്കൾ തുടർന്നു എന്ന് ആരോ. എല്ലാ കുട്ടികൾക്കും ഉള്ള കുസൃതിത്തരമല്ലേ ഉള്ളൂ. അതിനപ്പുറം ഒരു വലിയ ഒരു തലവേദന കുസൃതിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. നമ്മുടെ കുസൃതികളൊക്കെ മറ്റുള്ളവരെ രസിപ്പിക്കുന്നതായിരുന്നു. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഇപ്പം ഒരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും പ്രത്യേകത, അയാൾ നടപ്പിലോ ഇരിപ്പിലോ സംസാരത്തിലോ ഒക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ ഇയാൾ പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ അത് അനുകരിക്കും. അങ്ങനെയുണ്ട്. അപ്പം ചേട്ടന്മാരെല്ലാം വരും, എടാ എങ്ങനെയാടാ നമ്മുടെ കൃഷ്ണൻപൂരി നടക്കുന്നത് എങ്ങനെയാ? ഞാൻ കാണിച്ചു കൊടുക്കും കൃഷ്ണൻപൂരി നടക്കുന്നത് എങ്ങനെയാണ്, കൃഷ്ണൻപൂരി വിളിക്കുന്നത് എങ്ങനെയാണ്. അച്ഛൻ വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ അച്ഛൻ്റെ കസേര കയറി ഇരിക്കുക, അച്ഛൻ അമ്മയെ വിളിക്കുന്ന പോലെ കുഞ്ഞുകുട്ടി എന്ന് നീട്ടി വിളിക്കുക. ഇത്തരം ചേട്ടന്മാർ ആരോ എനിക്കൊന്ന് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഇതെപ്പം വരണമെന്നും പറഞ്ഞിട്ട് ഒരാള്. ചേട്ടൻ ചെറുപ്പത്തിലെ തീരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ചേട്ടൻ്റെ അച്ഛൻ കേശവപിള്ള സാറ് കിടന്നിരുന്ന ചാരുകസേരയിൽ കിടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അമ്മയെ ഇടി കുഞ്ഞിക്കുട്ടി അമ്മ എന്നൊക്കെ എന്ന് വിളിക്കുന്ന ഒരു കാര്യമൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു അത്? അന്നത്തെ പലരും അത് ശരിക്കും അദ്ദേഹം അച്ഛൻ തന്നെയാണ് എന്ന് വിചാരിച്ചും പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ വിചാരിക്കും. അങ്ങനെയില്ല, ഒത്തിരി ഒന്ന് കൂട്ടിയതാ. ഹരികുമാർ അല്ലേ? ഹരികുമാർ കൈ നിട്ടതാ. നെടുമുടി ഹരികുമാർ പ്രൊഫസറാണ് ശ്രീ കോളേജിലെ. അദ്ദേഹം ഇലക്ഷന് 2 കൂട്ടി തമ്മിൽ അടിയുണ്ടായപ്പോ പിടിച്ചു മാറ്റാൻ പോയതാ. അടി കൊണ്ട് കണ്ണങ്ങ് പോയി. ഇയേഴ്സ് ബാക്ക്. നമ്മുടെ കവിയാണ്, പ്രഭാഷകനാണ്, അറിയാമല്ലോ അത്. അപ്പോൾ ഞാൻ ഹരികുമാരോട് പറഞ്ഞു, നെടുമുടി ഹരികുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് വെച്ചിരിക്കുന്നത്. ഞാൻ നെടുമുടി കൊണ്ടൊരാൾ പോയി, ഇനി അത് തിരിച്ചു പിടിക്കണമെങ്കിൽ നല്ലപോലെ അധ്വാനിക്കേണ്ടി വരും ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ബാല്യകാലം ഉണ്ടായിരുന്നു കേട്ടോ. അത് വളരെ അങ്ങനെയുള്ള കുസ്തിത്തരങ്ങള്. പിന്നെ ഞങ്ങളുടെ അമ്മയുടെ അമ്മയുണ്ട്, ഞാൻ കുറച്ച് പ്രായത്തിന് ശേഷം. ഇതൊക്കെ ഓർമ്മയുണ്ടോ വേണുചേട്ടാ? ഇതിന്റെ മുറ്റത്താണ് നമ്മുടെ എല്ലാ പ്രകടനം നടത്തിക്കൊണ്ടത്. പക്ഷെ അന്ന് ഓലക്കെട്ടിടമാണ്. ചുറ്റുവട്ടത്തുള്ള മരത്തിനൊന്നും മാറ്റം ഉണ്ടാവില്ലല്ലേ? അതൊക്കെ അവിടെ തന്നെ പോയി. പിന്നെ വലിയ വലിയ മാവുകളൊക്കെ പോയി. നമ്മള് ഈ മാവും ചോട്ടിലായിരിക്കും നമ്മുടെ പല നാടകങ്ങളും ഇറങ്ങുന്നത്. മാവും ചോട്ടിലാണ്. നിമിഷ നാടകങ്ങൾ, ആശു നാടകങ്ങൾ, ഇൻസ്റ്റന്റ് പ്ലേസ്. അതെ, അത് കാണാൻ നാട്ടുകാർ വരും. മൂപ്പിലാന്മാരൊക്കെ ചുട്ടുകറ്റയും വിളക്കൊക്കെ ആയിട്ട് വരും രാത്രി ഇത് കാണാനായിട്ട്. അപ്പൊ നിങ്ങള് മക്കളാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങള്. അച്ഛനവിടെ വന്ന് നോക്കുവോ? അച്ഛൻ ആ ഭാഗത്തേക്ക് വരത്തില്ല, പുള്ളിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ല, അച്ഛൻ വന്നാൽ ഞങ്ങൾക്ക് തടസ്സമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വരാറില്ല. ഞങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ കഥാപാത്രങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം നൽകിയതിന്റെ ഭാഗമായി മൂപ്പറങ്ങ് വിട്ടു നിൽക്കും. അതെ അതെ അതെ. ആ കാലഘട്ടം വേണുചേട്ടൻ ഒരുപക്ഷെ നമ്മുടെ DNA-യിൽ പതിഞ്ഞിരിക്കുകയാണ്. എനിക്കൊന്ന് പിന്നീടുള്ള എല്ലാ കാലഘട്ടങ്ങളിലും താങ്കൾക്ക് ഒരുപാട് വളർച്ച ഉണ്ടായെങ്കിൽ പോലും ആ സംഭവങ്ങളായിരിക്കും ഒരുപക്ഷെ താങ്കളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ചില
അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരാളിൻ്റെ ബാല്യം ആണ് അയാളുടെ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ജനിച്ച സ്ഥലം, ജനിച്ച കുടുംബം, അച്ഛനമ്മമാർ, സഹോദരങ്ങൾ, അയൽവക്കക്കാർ, അധ്യാപകർ എന്ന് തുടങ്ങിയിട്ടുള്ള ഇവരുടെല്ലാം അടങ്ങുന്ന ഒരു ബാല്യകാലമുണ്ട്. അപ്പോൾ അത് ഉറപ്പുള്ളതാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ പല നിലകളും കെട്ടിപ്പൊക്കാവുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ബാല്യകാലം വളരെ സമ്പന്നമായിരുന്നു. സാമ്പത്തികമായ സമ്പന്നതയല്ല ഉദ്ദേശിക്കുന്നത്, അല്ല, കലാപരമായ അനുഭവങ്ങൾ കൊണ്ടുള്ള കലാപരമായും ഒക്കെ സമ്പന്നമായൊരു ബാല്യകാലം ഉണ്ടായിരുന്നത്. എന്നും ഓർക്കാവുന്ന ഒരു, നമുക്ക് ബോറടിക്കുന്ന സാധനം ഇല്ല. എത്ര നേരം ഒറ്റയ്ക്ക് ഇരുന്നാലും ബോറടിക്കുന്ന പ്രശ്നമില്ല. വെറുതെ ഒന്ന് റീവെന്റ് ചെയ്താൽ മതി, പഴയ കാര്യങ്ങളൊന്നും തിരിഞ്ഞാൽ മതി. അതെല്ലാം ഇങ്ങനെ പകൽവെട്ടം പോലെ ഫ്ലാഷ് ബാക്കുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അത്യന്തം രസകരമായ ഫ്ലാഷ് ബാക്കുകൾ. വെളിച്ചേട്ടൻ എഴുതിയ പല സാധനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. താങ്കൾ എഴുതിയ ചില കൃതികളും പുസ്തകങ്ങളും ഓർമ്മകളൊക്കെ, അതിലൊക്കെ എനിക്ക് തോന്നുന്നു പല സ്റ്റേജസ് ആണ് എൻ്റെ മനസ്സിൽ ആകർഷിച്ചത്. ഞാൻ താങ്കളെ നന്നായിട്ട് പഠിച്ചുകൊണ്ട് ഞാൻ പറയാണ്. ഒന്ന്, കുടുംബാന്തരീക്ഷം. രണ്ട്, കലാലയ ജീവിതം. എനിക്ക് തോന്നുന്നു താങ്കളുടെ ഒരു കലാകാരൻ്റെ ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ആർജിക്കുന്നത് സ്കൂളിലും കോളേജിലും. അവിടെയാണ് താങ്കൾക്കൊരു കോൺഫിഡൻസ് വരുന്നത്. ഫാസില്, ഇങ്ങനെ പല കഥാപാത്രങ്ങളും താങ്കളുടെ ജീവിതത്തിലേക്ക് വരുന്നു. കോളേജിൽ പ്രത്യേകിച്ച് മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ കലാരംഗത്ത് താങ്കൾ നടന്നിരുന്നു. അതിലൊരു കോംപ്രമൈസ് ഇല്ല. പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ നിക്കറിട്ട മുണ്ടല്ല, നിക്കറാണ് വേഷം, ട്രൗസർ അധികമൊന്നും ഉണ്ടാവില്ല, രണ്ടോ മൂന്നൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞ പോലെ ഒതുങ്ങി നിൽക്കുന്ന, കാരണം ടൗൺ ആദ്യം കാണുകയാണ്, കോളേജ് ഇത്രയും വലിയ കെട്ടിടം ആദ്യം കാണുകയാണ്, ഇത്രയും കുട്ടികളെ ഒന്നിച്ച് ആദ്യം കാണുകയാണ്, പട്ടണ പരിഷ്കാരികൾ വേറെ. അപ്പോൾ പക്ഷെ ബി എക്ക് വന്നതോടുകൂടി പതുക്കെ അതൊക്കെ വിട്ടിട്ട് ഈ ഫാസിലിലെ കമ്പനി ആയതിനു ശേഷം സജീവമായിട്ട് കോളേജിൻ്റെ ഒരു പാർട്ടായിട്ട് മാറുകയാണ് ഉണ്ടായത്. നല്ല കാലമായിരുന്നു കോളേജ്. നാടകം എനിക്ക് തോന്നുന്നു നിമിഷ നാടകങ്ങളിൽ നിന്ന് ഒരു പൂർണ്ണതോതിലുള്ള നാടകങ്ങളിലേക്ക് വേണുചേട്ടൻ മാറുന്നത്, ഉരുത്തിരിയുന്നത് കോളേജിൽ വെച്ചായിരിക്കും. കോളേജിൽ വെച്ചെന്ന് പറഞ്ഞുകൂടാ. നമ്മളൊരു വായനശാല വാർഷികം സംഘടിപ്പിക്കുന്നു, ഉത്സവ ആഘോഷങ്ങളും തീരുമാനിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തീരുമാനിക്കുന്ന നാടകം കളിക്കാവുന്നതാണ്. കാരണം നാടകം ആർക്കും കയറി വിളയാടാവുന്ന ഒരു സാധനമാണ് എന്നൊരു തോന്നലായിരുന്നു. അല്ലെങ്കിൽ കഥകളി ആവാം, ഒരു കർണാടക സംഗീത കച്ചേരി ആവാമെന്ന് ആരും വിചാരിക്കാറില്ല. അതൊക്കെ അഭ്യാസം വേണ്ടതാണ്. ഇതങ്ങനെ വേണ്ട, ആർക്കും വേണമെങ്കിൽ കയറി ഇടപെടാവുന്ന ഒരു സാധനമാണ്. ഇതായിരുന്നു വിശ്വാസം. അതങ്ങനെ ആ വിശ്വാസത്തിലാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. കവാലത്തിൻ്റെ തിയേറ്ററിൽ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അഭിനയം എന്ന് പറയുന്നൊരു വലിയ ഒരു കലയുടെ ഭാഗമാണെന്നും അതൊരു സ്വതന്ത്ര കലയാണെന്നും ഒക്കെ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. കോളേജിലെ പെർഫോമൻസ് അല്ലേ കാവാലത്തെ? അതെ, ഞങ്ങളൊരു നാടക മത്സരത്തിന് പോയി. ഫാസിൽ എഴുതിയ നാടകമാണ്. അപ്പോൾ അദ്ദേഹം ജഡ്ജായിരുന്നു. അപ്പം ഫാസിലിന് ബെസ്റ്റ് ആക്ടർ കിട്ടി, നാടകത്തിന് നല്ല നാടകം കിട്ടി. അപ്പോൾ അദ്ദേഹം അണിയറ വന്ന് പറഞ്ഞു, നിങ്ങളെല്ലാം ഒന്ന് കാണാൻ പറയണേ, എനിക്ക് അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെയാണ് കാവാലമായിട്ട് പരിചയപ്പെടുന്നത്. പുതിയൊരു തിയേറ്റർ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ നമ്മളെ സംബന്ധിച്ചുള്ള കാവാലത്തിൻ്റെ രീതികൾ നമ്മൾ ശീലിച്ച രീതിയല്ല. അവിടെ ഫാസില് തുടക്കത്തിൽ കുറച്ച് 1-2 നാടകങ്ങൾ അഭിനയിച്ചു. പക്ഷെ പിന്നെ ഫാസിൽ പതുക്കെ വലിഞ്ഞു. കാരണം അതിനകത്ത് അധ്വാനം വെച്ചാൽ നൃത്തമുണ്ട്, താളവാദ്യങ്ങൾ പ്രയോഗിക്കണം, പിന്നെ പാട്ട് പാടണം, ശൈലീകരിക്കപ്പെട്ട രീതിയിൽ സംഭാഷണം വേണം. അങ്ങനെ പല ഇതുകൊണ്ട് പുള്ളി പതുക്കേക്ക് വരും. ഞാനാണെങ്കിൽ എനിക്കുള്ള ഈ ജന്മവാസനകളും അല്ലാതെ ആർജിച്ച് കിട്ടിയതും ഒക്കെ ആയിട്ടുള്ള എൻ്റെ കുറേ കലയിലുള്ള എൻ്റെ ഒരു കൗശലം അല്ലെങ്കിൽ ഒരു വൈവിധ്യം എന്തായാലും ഇതൊക്കെ സമഗ്രമായിട്ട് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് കാവാലത്തിൽ തിയേറ്റർ എനിക്ക് കിട്ടിയൊരു. എല്ലാത്തിൻ്റെ ഭാവങ്ങൾ കൊടുക്കണം. ഇപ്പം ദൈവത്താർ എന്ന നാടകം, നാടകം തുടങ്ങുന്നത് പിന്നെ റിഹേഴ്സൽ തുടങ്ങുന്നത് ഡയലോഗ്സ് ഒക്കെ ഓർമ്മയുണ്ടോ? പിന്നെന്താ, ഒരു ഉടുക്കെടുത്തിട്ട് കൈ തന്നു. ഉടുക്ക് കൈ തന്നിട്ട് ഞാൻ പറയാൻ താളം കൊട്ടാൻ പറഞ്ഞു. കവാലം ഞാൻ ആ താളം കൊട്ടി. ഇനി ഞാൻ പറഞ്ഞ താളം പറയാൻ പറഞ്ഞു. അത് ഗണപതി താളമാണ്. ഗണപതി താളം എന്ന് പറയുന്നത് ഏകദന്തനായ ഒറ്റക്കൊമ്പനാണല്ലോ ഗണപതി. അപ്പം അതാണ് താളം. തെയ് കിടതുക തക്കു തിക്കു തക്ക തിന്താം തിങ്ങണേകദന്ത കിടതുക തക്കം തിമിത്തൈ തത്തൈ കിടതുക താം തിമിക്ക താം കിടതുക തക്കിട്ട തിമിക്ക താം കിടതുക താം
തിമിക്ക തക്കിട്ട തിമിക്ക തക്കിട്ട തിക്കിട്ട തക്കിട്ട കിട്ട തക്ക് തെയ് കൃതകത്തെ തിത്തൈ തിമൃതത്തൈ തിത്തൈ തിമൃതൈ തിത്തൈക്ക തിമൃതത്തൈ കൃതകവും കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത ഇങ്ങനെ പോവാ താളം. അപ്പം ഇതാണ് ആദ്യം പറഞ്ഞു തരുന്നത്. അപ്പം ഇതെനിക്ക് സന്തോഷമായി. കാരണം എനിക്ക് കുറെ കാലമായിട്ട് ആഗ്രഹിച്ച സംഭവം. അത്യാവശ്യം കൊട്ടാനും അറിയാം, അത്യാവശ്യം വായത്താരിയും പറയാം. പിന്നെ സ്റ്റൈലിഷ്ഡ് ആയിട്ടുള്ള ഡയലോഗ്സ്. കിങ്ങിണി കിണി കിണി കിരിയില നിന്ന് കിലുങ്ങിയ മാണിക്യത്തെ പാടമെല്ലാം ഈ വട്ടം തണ്ണി കിട്ടാതെ എരിപരി പൊരിയും കരിപരി കൊരിയും തടകാമണി ജലം വിട്ടു തെളിയും മാണിക്യത്തമ്മ തമ്പുരാട്ടിയാം എനിക്കൂറ്റം പെരുത് തോറ്റം കുരുതി മുടക്കിയതിനാലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ സ്റ്റൈലിഷ്ഡ് ആയിട്ടുള്ള ഡയലോഗുകൾ. തന്നെയല്ല ഇത് കാണാൻ വരുന്നത് വളരെ എലൈറ്റ് ആയിട്ടുള്ള ആളുകൾ. നമ്മളൊരിക്കൽ കാണാൻ കൊതിക്കണം, കാണാൻ കൊതിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ നാടകം കാണാൻ വരിക, അവരുടെ അണിയറയിൽ വന്ന് നമ്മളെ വ്യക്തിപരമായി വിളിച്ച് അഭിനന്ദിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലേക്ക് ആ നാടകങ്ങൾ അങ്ങനെ പോയി. വേണുചേട്ടന് സഹോദരന്മാരുടെ അത്രയും ഈ താളവും അതുപോലെ തന്നെ ഭാവങ്ങളൊന്നും പഠിക്കാൻ വേണ്ടിയുള്ളൊരു അവസരം ഉണ്ടായില്ല. എല്ലാം താങ്കൾ നിരീക്ഷിച്ച് പഠിച്ചാണ്. അല്ല, അത് അങ്ങനെ പറയുന്നതിൽ നല്ലത്. അച്ഛൻ സ്കൂൾ മാഷാണെന്ന് ഞാൻ പറഞ്ഞില്ല. അച്ഛൻ പെൻഷനായപ്പോൾ റിട്ടയർ ആയപ്പോൾ പെൻഷൻ കാശില്ല. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. പിന്നെ അച്ഛൻ്റെ കൃഷിയൊക്കെ അച്ഛൻ കുടുംബത്തിന് വിട്ടുകൊടുത്തിരുന്നു. പിന്നെ വേറെ അമ്മയുടെ വരുമാനേ ഉള്ളൂ. അങ്ങനെ 5 മക്കൾ പഠിക്കണം. ആൺമക്കളാണ്. വള്ളം വിറ്റും മാവ് വെട്ടി വിറ്റും ഒക്കെയാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിപ്പിച്ചു. അപ്പം ഞങ്ങൾ 3 പേരെ, എൻ്റെ മൂന്നാമത്തെ ചേട്ടൻ, നേരെ മൂത്തേട്ടൻ എന്നെ, ഞങ്ങൾ 3 പേരെയാണ് അച്ഛൻ ഇതൊക്കെ പഠിപ്പിച്ചത്. പക്ഷെ ഞാൻ പഠിക്കാൻ ഭാഗമായി വന്നപ്പോഴത്തേക്ക് അച്ഛൻ മൂപ്പറുടെ പോക്കറ്റ് കാലിയായി. അപ്പോൾ കാലിയായി. അപ്പൊ പിന്നെ പഠിത്തം നിന്നു. ഞാൻ പക്ഷേ ഇതിനിടയ്ക്കൂടെ ഇതെല്ലാം കണ്ടും കേട്ടും നമുക്ക് അക്കാര്യത്തിൽ ഒരു കൗശലമുണ്ട്. മാത്രമല്ല കൗശലം. അപ്പം ഇപ്പം മൃതകം എടുത്താൽ ഞാനിപ്പോഴും കൊട്ടും, കടവാണെങ്കിലും കൊട്ടും. ചേട്ടനുണ്ട്, അദ്ദേഹമാണ് നന്നായിട്ട് മൃതകം പഠിച്ചാണ്. അദ്ദേഹം ഇപ്പൊ കൂടെ ഇല്ല, മരിച്ചുപോയി. പുള്ളി മർമ്മം അറിയാവുന്ന കൊട്ടില്ല. അതിലാണ് ഞാൻ അത് പല കലാകാരന്മാർക്ക്. അതെ, നമുക്കൊരു സഭാകമ്പമില്ല. കാരണം നമ്മള് മർമ്മം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയും കൊട്ടാം, എവിടെ കൊട്ടും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ അച്ഛനൊരു കാര്യം പറഞ്ഞിരുന്നു, അമ്മയോട് പറയുമായിരുന്നു. എനിക്ക് അവനെ മാത്രം ഒന്നും പഠിപ്പിക്കാൻ പറ്റിയില്ല, പക്ഷെ അവനെ പറ്റി മാത്രം എനിക്ക് യാതൊരു ഭയവും ഇല്ല, ആശങ്കയില്ല. അവൻ എങ്ങനെയും പഴിച്ചോളും എന്ന് നമ്മളൊന്ന് എന്തെങ്കിലുമൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ പറഞ്ഞിരുന്നു അമ്മ പറയുമായിരുന്നു. കുടുംബത്തിലും നാട്ടിലുമുള്ള താളങ്ങളൊക്കെ വേണുചേട്ടൻ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കാവാലത്തിന്റെ ആ സെറ്റിൽ അല്ലെങ്കിൽ കാവാലത്തിന്റെ ആ പരിപ്രേക്ഷ്യത്തിൽ ഏറ്റവും നന്നായിട്ട് ഇണങ്ങിയ ഒരാളായിട്ടാണ് താങ്കൾ മാറിയത്. കാവാലത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ഞാനും പലപ്പോഴും അദ്ദേഹത്തിനെ 1-2 വട്ടം കണ്ട സമയം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ചില നാടകങ്ങളിലേക്ക് താങ്കളെ അദ്ദേഹം കാത്തിരിക്കുന്നു എന്ന് പോലും അദ്ദേഹം പലപ്പോഴും പറഞ്ഞിരുന്നു. ഒരുപക്ഷെ വേണുചേട്ടൻ താളത്തെക്കുറിച്ചും താളബോധത്തെക്കുറിച്ചും പറയാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്, ആ ലെഗസി അലങ്കരിക്കുന്ന ഒരാൾ. വേണുചേട്ടൻ്റെ അഭിനയ ജീവിതത്തിൽ താളം ഒരു അവിഭാജ്യ ഘടകമാണ്. നമ്മുടെ ദൈവത്താറിലെ ജീവതാളം, ഇത്താതൃതത്തെ എന്ന് പറഞ്ഞ് മുത്തായിപ്പെട്ട് എല്ലാത്തിനും ഒരു മുത്തായിപ്പെട്ട് അവിടെ അവസാനിപ്പിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഇനി ആരും മിണ്ടാൻ പാടില്ല ഈ മുത്തായിപ്പെട്ട് കഴിഞ്ഞാൽ. അതുപോലെ നമ്മുടെ അവനവൻ കിടമ്പയിലെ ശവത്താളം, ദൈവത്താറ് മുതൽ അടുത്ത കാലത്ത് ഞാൻ കണ്ട പാവാട എന്ന് പറഞ്ഞ സിനിമ വരെയുള്ള ആ ഒരു അഭിനയ ജീവിതത്തിൽ താളമാണ് ജീവിതത്തിൽ. വേണുചേട്ടൻ്റെ അഭിനയത്തിൻ്റെ ഒരു താളം എന്ന് പറഞ്ഞാൽ നമുക്ക് അതാണ് നമ്മുടെ മുന്നിലോട്ട് എപ്പോഴും ഓർമ്മ വരുന്നത്. ഇത് എങ്ങനെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി താളം എന്നത്, അതാണ് എനിക്ക് അച്ഛനും കൂടെ വേണ്ടി എനിക്ക് വേണുചേട്ടനോട് ചോദിക്കാനുള്ളത്. കാവാലത്തിന്റെ ചോദ്യം കൂടിയാണ് മകൻ ചോദിച്ചത്. അതെ. അത് ബോധപൂർവമായ ഒരു സ്വാധീനമാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അബോധപൂർവമായ ഒരു സ്വാധീനം ഉണ്ടതിന്, ഈ താളത്തിന്. ഇപ്പോൾ ആംഗ്യവിക്ഷേപങ്ങൾ ഉണ്ടല്ലോ, ആംഗ്യവിക്ഷേപങ്ങളിൽ കഥാപാത്രത്തിൻ്റെ സ്വഭാവം അയാളുടെ സംസ്കാരം അനുസരിച്ച് വേണം ഈ ആംഗ്യവിക്ഷേപം വരാൻ. ഇപ്പം ഹിസൈൻ സബ്ദുള്ളിലെ രാജാവട്ടം അഭിനയിക്കുമ്പം ഗ്രാമ്യ മുദ്രകളൊന്നും വരാൻ പാടില്ല. ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ ആ ഒരു മറ്റൊന്ന് പറഞ്ഞാൽ കാണാനൊന്നും പറയാൻ പറ്റില്ല, അതൊന്നും പറയാൻ പറ്റില്ല. തമ്പുരാന്റെ ചേഷ്ടകൾക്കും ഒക്കെ അതിൻ്റെതായ ഒരു താളക്രമം ഉണ്ടാവും. അത് ബോധപൂർവ്വം ആദ്യ താളമെന്നോ രൂപക താളമെന്നോ കണ്ട താളമെന്നും
പറയാവുന്ന തരത്തിലുള്ള താളമല്ല. പക്ഷെ അത് അബോധപൂർവമായ ഒരു പ്രക്രിയയാണത്. അത് തീർച്ചയായിട്ടും നമ്മുടെ അഭിനയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് വേണിച്ചേട്ടൻ ചെറുപ്പകാലത്ത് ഒരുപാട് അലഞ്ഞു നടന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് എല്ലായിടത്തും പോകലോ, അതുണ്ട്. ആ നിരീക്ഷണമായിരിക്കാം ഒരുപക്ഷെ താങ്കളിലേക്ക് ഇതെല്ലാം വന്ന് ഭവിക്കാൻ കാരണം. അതുണ്ട്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ കുട്ടനാട് പോലും സ്ഥലത്ത് ജനിച്ചതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ എല്ലായിടത്തും ഓർക്കാറും പറയാറുമുണ്ട്. കാരണം അവിടെയുള്ള ആളുകൾ വളരെ വൈവിധ്യമുള്ള ആളുകളാണ്. ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാവരെയും നമുക്കറിയാം. അപ്പോൾ ഒരാൾ ഇങ്ങനെ വഴി കൂടെ നടന്നു പോയി, രാത്രിയാണെങ്കിൽ വഴി കൂടെ പോകുന്ന കേട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അറിയാം അതിന്ന ആളെ കുട്ടോച്ചേട്ടനാണ്. കുട്ടോച്ചേട്ടോ വിളിക്കാം നമുക്ക്, അത്ര ഷുവറാണ്. ഒരു ഷൂളാടി കേട്ടാൽ അറിയാം ഇന്ന ആളാന്നറിയാം. ഒരാളുടെ കാൽസ്പർശം കേട്ടാ അറിയാം എങ്ങനെ നടക്കുന്നറിയാം. അത്ര പരിചയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിപ്പം പലപ്പോഴും ഗ്രാമീണ കഥാപാത്രങ്ങളാണ് നമ്മുടെ കൈ കൂടുതൽ വഴങ്ങുക എന്ന് സുഹൃത്തുക്കളും നിരൂപകരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയായിരിക്കും ചിലപ്പോൾ അത്. അപ്പോൾ അത് കാരണം വെച്ചാൽ 1000 പേര് ഇപ്പോഴും ക്യൂ ആണ് നമുക്ക് എടുക്കാൻ, സ്പെസിമെൻ എടുക്കാൻ റെഡിയായിട്ട്. ഒരു കഥാപാത്രം വന്നാൽ ആ കഥാപാത്രത്തിന് സാദൃശ്യമുള്ള ഒരുപാട് ആൾക്കാർ താങ്കളുടെ മനസ്സിലുണ്ട്. നമ്മൾ വിളിക്കണ്ട, സ്വയമേ വന്നിങ്ങനെ നിൽക്കും. ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരൊക്കെ ഉണ്ട്. അല്ല, മിക്കവാറും മൺമറഞ്ഞു പോയ നടത്തം, മുണ്ടുകൊടുക്കുന്ന രീതി, ബീഡി വലിക്കുന്ന രീതി, ഇതെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇത് നമ്മളിപ്പോ ഇതിനിപ്പോ ആരെയാ നമ്മള് വിളിക്കുക എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ആള് വന്നിരിക്കും. എടാ ഞാൻ ഉണ്ടാ ഇവിടെ, നിനക്കെന്താ പ്രശ്നം, ഞാൻ എന്നെ എടുത്തോട്ടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇത്രയും ആൾക്കാരെ കൊണ്ട് വലിയ ശല്യമായിരിക്കുമല്ലോ, വലിയ ശല്യമായിരിക്കുമല്ലോ. അവനെ എടുക്ക, എന്നെ എടുത്തൂടല്ലേ. അനുകരണ കലയിൽ വേണുചേട്ടൻ ഒരു പ്രാവീണ്യം നേടാനുള്ള കാരണവും ഈ ഒബ്സർവേഷൻ ആയിരിക്കും. പക്ഷെ മോണോ ആക്ടില് മത്സരത്തിൽ താങ്കൾ ജഗതിയോട് തോറ്റുപോയി എന്നുള്ള കാര്യം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അനുസ്മരിക്കണം. അല്ലാതെ പറയുന്നില്ല എനിക്ക് തോന്നുന്നു. അല്ലല്ല, അനുകരണം അത് ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടല്ലോ. അനുകരണമല്ല, അത് ഈ സിനിമാ താരങ്ങൾ അനുകരിക്കുന്നവരുടെ അല്ല. നമ്മൾ ഈ യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്ന ചില കഥാപാത്രങ്ങൾ, അവരെയൊക്കെ. ഇത് പഴയകാല ഫോട്ടോയാണ്. ഇതില് എനിക്ക് ഇതിൽ വേണുചേട്ടനെ കൈകെട്ടി നിൽക്കുന്ന കറുത്ത കോട്ടിട്ട ആള് ആടാ. ശരി, തൊട്ടിപ്പുറത്ത് ഞാൻ. ഞങ്ങൾ അന്നാണ് പരിചയപ്പെട്ടത്. ഒരു അപൂർവ ഫോട്ടോയാണ്. അതെ, യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് 1ാം സമ്മാനം കിട്ടിയ ആളുകളെല്ലാം കൂടെ ടൂർ കൊണ്ടുപോയി ഡൽഹി വരെ. അപ്പൊ അന്ന് ആണ് ഞാൻ ജഗതിയെ പരിചയപ്പെടുന്നത്. അപ്പൊ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഞാനാണ് മത്സരിക്കേണ്ടത്. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന്, മാർവിയാസ് കോളേജിൽ നിന്ന് ജഗതി അറിയില്ല. അപ്പം ഞാൻ പ്രിപ്പയർഡ് അല്ല. അപ്പൊ നമ്മുടെ കോളേജ് പിള്ളേർ വന്ന് ഇവിടെ താൻ കയറി എന്ത് കാണിച്ചാൽ തനിക്ക് എന്റെ സമ്മാനം എന്നാണ് ഇവിടെ കൂടുതലുള്ളവർ പറയുന്നത്. ഞാൻ പ്രിപ്പയർഡേ അല്ല. സ്റ്റേജിൽ കയറുന്ന വരെ ഞാൻ പ്രിപ്പയർഡ് അല്ല. കയറി അപ്പം തോന്നി എന്തോ ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ ഇയാള് വളരെ കണക്കൂട്ടി വന്ന ആളാണ്. ഇയാളെന്താ വരുന്നത് തിരുവനന്തപുരത്ത്. അപ്പൊ തന്നെയല്ല, ഇയാളുടെ ജഗതി NK ആചാര്യയുടെ വേലുത്തമ്പി തിളവ നാടകം ഉണ്ട്. അതിലെ പത്മനാഭത്തമ്പി വേലുത്തമ്പി തമ്മിലുള്ള അവസാനത്തെ ആ മരണമുണ്ടല്ലോ, ഇതാണ് ഇയാൾ അവതരിപ്പിച്ചത്. വളരെ ഡ്രമാറ്റിക്കായിട്ട് ചെയ്തു. അപ്പൊ അതിന് ഫസ്റ്റ് കിട്ടി, എനിക്ക് സെക്കൻഡ് കിട്ടി. നമ്മൾ സംതൃപ്തനാണ്. പിന്നെ അയാൾ നന്നായിട്ട് ചെയ്തു, അല്ലാതെ മോശമായിട്ട് ചെയ്തിട്ടല്ല. അന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ആ യാത്രയിലാണ് ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത്. ഒരുപക്ഷെ സിനിമയ്ക്ക് മുമ്പേ പരിചയപ്പെട്ട ഒരു സിനിമക്കാരൻ സുഹൃത്ത് ജഗതി ശ്രീകുമാറായിരിക്കും. അന്ന് വേണുചേട്ടനോട് പഠിച്ച ഒരാളിനോട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാല്, മൂപ്പർ എന്ത് കോലം കെട്ടാൻ തയ്യാറായിരുന്നു. നിങ്ങളെ കുറിച്ചാണ് പറയാം. എന്തിനേറെ അവിടെ ഒരു ഡപ്പാങ്കുത്ത് ഡാൻസും കളിച്ച് മൂപ്പറന്ന്. അതിന് 3ാം സമ്മാനം ഉണ്ടായിരുന്നു. അതിന് സമ്മാനം കിട്ടി. അതർ ഫോംസ് ഓഫ് ഡാൻസ് എന്നാണ് സാധാരണ കാണാത്ത ഡാൻസ്. അങ്ങനത്തെ ഐറ്റം ഉണ്ടായിരുന്നു. അതർ ഫോംസ് ഓഫ് ഡാൻസ്, ഫോക്ക് അല്ല, ക്ലാസിക്കൽ അല്ല, അല്ലാത്തൊരു അതർ ഫോംസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം. അത് ഇപ്പോഴത്തെ ഈ യൂണിവേഴ്സിറ്റി അല്ല, ഈ കലോത്സവ പിള്ളേർ കേൾക്കേണ്ട ഒരു കാര്യമാണ്, അറിയേണ്ട കാര്യമാണ്. എന്താ വെച്ചാൽ, അപ്പം ഇതിന് പേര് വിളിക്കുന്ന പറഞ്ഞു, ഇപ്പം പേരെടുത്ത് തരാൻ പറ്റില്ല, അത് നേരത്തെ തരേണ്ടില്ലെന്നൊക്കെ പറഞ്ഞു. ചുമ്മാ കൊടുക്കാൻ പറഞ്ഞിട്ടൊക്കെ പേര് നമ്മുടെ പിള്ളേർ. അപ്പം ഞങ്ങൾ മാപ്പിള ഹോളിൻ്റെ മുമ്പിൽ അവിടെയാണ് നടക്കുന്നത്. ഞങ്ങളതിന് മുമ്പിൽ നമ്മുടെ ഗുജത്തമ്മയുടെ പരിപാടി എടുത്ത് ഞങ്ങൾ അവിടെ കിടന്ന് ഡാൻസ് തുടങ്ങി. അകത്ത് ആളുകളുടെ ഇറങ്ങി പുറത്തോട്ട് വന്നു. കാണികളിലൂടെ ആയി. അപ്പൊ ഭാരവാഹികൾ വന്ന് പറഞ്ഞു, പേര് കൊടുക്കാം നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പേരും കൊടുത്തു. അപ്പം ML ഐസക്ക്
നമ്മുടെ ഗിറ്റാർ വായിക്കുന്ന എമിരേഴ്സൊക്കെ, റെക്സ് വയലിൻ വായിക്കുന്നത്, ഇവരൊക്കെ എറണാകുളത്തുള്ള തേവര കോളേജിൻ്റെ അടുത്തൊക്കെ വന്നതാണ്. ഇവരോടൊക്കെ പരിചയമായി നമുക്ക്. ഞങ്ങൾ പല കോളേജുകാരാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ സ്റ്റേജിൽ എന്ത് വേണേ കാണിച്ചു, ഞങ്ങൾ കൊട്ടിത്തരാമെന്ന്. അവർ വേറെ കോളേജുകാരാ, പിന്നീട് സംഗീതം ഞങ്ങള് ഞങ്ങള് അങ്ങനെ ഞാൻ അവിടെ കയറിയിട്ട് പിന്നെ ഫുട്ബോൾ കളി, ഷട്ടിൽ കളി, ഡാൻസാണ് ഇതെല്ലാം. പക്ഷെ നല്ല താളത്തിലാണ്. താളം ഇവരടിച്ചു തരുന്നുണ്ട് പുറയുന്നു. വേറെ കോളേജിലെ പിള്ളേരാണ് അടിക്കുന്നത്. ഡാൻസ് കളി. അവസാനം ഇതെങ്ങനെ കിർക്കണം എന്നറിയാൻ മേല, എല്ലാം താളത്തിലാണ്. അവസാനം ഒരു പന്ത് അടിച്ച് ആ പന്ത് വന്ന് മുഖത്ത് വന്ന് അടിച്ച് ഫ്രീസ് ചെയ്ത് നിർത്തി. അതിന് 3ാം സ്ഥാനം. അങ്ങനെയാണ് ഞങ്ങളുടെ കോളേജിന് ഏറ്റവും കൂടുതൽ മാർക്ക് വീഴുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അവിടെ ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും രസമുള്ള കാര്യം. മറ്റു ഘടകങ്ങൾക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ, വേറെ കോളേജിലെ കുട്ടികളെ ഞങ്ങൾക്ക് വായിച്ചു തരുന്നത്. അവർ ഞങ്ങളുടെ കൂടെ കൂടുക. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ അവർക്ക് അവരൊരു കോപ്രായം കാണാനുള്ള താല്പര്യത്തിലാണ്. അത് മാത്രമല്ല നമ്മൾ പെർഫോം ചെയ്യുന്നുള്ള കാര്യം ഇപ്പൊ അവർക്ക് അറിയില്ല. അല്ല, അവര് കൃത്യമായിട്ട് ചെയ്തു തന്നുള്ളതാണ്. കൃത്യമായിട്ട് ചെയ്തു തന്നു. അന്ന് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ആ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അത് പോയി. ഇന്ന് വേണമെങ്കിൽ അവതാളം ഉണ്ടാക്കി തരും, ഏത് നിങ്ങളെ കൊണ്ട് സ്റ്റെപ്പ് എത്തിക്കാൻ വേണ്ടി. ആ കാലഘട്ടത്തില് ഒരു എന്താ പറയാ, വളരെ ഒരു സ്വാഭാവികമായിട്ടുള്ള നൈസർഗികമായിട്ടൊരു ബന്ധം ആൾക്കാർ തമ്മിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം ഈ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ് മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചമ്പക്കുളം സെന്റ് മേരീസ് സ്കൂളിൽ ഇത് ഒറ്റ ആളേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെ കൊണ്ടുപോയിട്ട് സാറുണ്ട്, ഞങ്ങൾ പോയി. അപ്പോൾ എല്ലാ സ്കൂളിൽ നിന്നും ഈ പറഞ്ഞ പോലെ 10, 20, 30 പിള്ളേരുണ്ട്. ആദ്യം ഇത് പ്രൊസഷനുണ്ട്. അപ്പം ഞാൻ മാത്രം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഇത് പിടിച്ച ഒരാൾ മാത്രം എന്നുണ്ട്. ഒറ്റ ആളേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ഇതിൽ താളം പിടിക്കും. ഞാൻ ഘടമാണ് വായിക്കുന്നത്. ഘടം, മൃദംഗം ഇതെല്ലാം ആവാം പെർക്കഷൻ ഇൻസ്ട്രുമെന്റ് കൂട്ടത്തിൽ. അപ്പോൾ ഈ താളം പിടിക്കണം, എന്നാലേ കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുള്ളൂ. അപ്പം വേറെ മൃദംഗം വായിച്ച ഒരാളാണ് താളം, വേറൊരു സ്കൂളിൽ ആളൊന്ന് സഹായിച്ചു, താളം പിടിച്ചു. അയാൾ വായിക്കുമ്പോൾ ഞാൻ താളം പിടിച്ചു കൊടുത്തു. അയാൾക്ക് ഫസ്റ്റ് കിട്ടി, എനിക്ക് സെക്കൻഡ് കിട്ടി. അയാൾ മൃദംഗം, അതാണ് ആലപ്പി രംഗത എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ. അസ്ലാം മൃദംഗം വായിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വലിയ ഒരു ബന്ധം ഈ മറ്റുള്ള സ്കൂളുകളുമായിട്ടും കുട്ടികളുമായിട്ടും ആ ഉത്സവമാണ് ശരിക്കും. ചേട്ടാ, താങ്കളുടെ ഈ പറഞ്ഞ പോലെ ഒരു ഇൻഹിബിഷനും ഇല്ലാതെ ഒരു പ്രത്യേക രംഗത്തേക്ക് ലയിച്ചിറങ്ങാനുള്ള താങ്കളുടെ, അല്ലെങ്കിൽ പല ഭാവങ്ങളിലേക്ക് താങ്കൾക്ക് പോകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കാൻ വേണമെങ്കിൽ, നമ്മുടെ VKN പറഞ്ഞത്, ഒരു സർ ചാത്തുവിനെ വേണമെങ്കിൽ അവതരിപ്പിക്കണമെങ്കിൽ മറ്റാർക്കും പറ്റില്ല, ഇയാൾക്ക് പറ്റും. VKN വേറെ പറഞ്ഞു, ആ പുണ്ണി സിനിമ വന്നപ്പോൾ സിനിമ വന്ന് പോയി. അപ്പം കണ്ടു, കോഴിക്കോട്ട് വെച്ച് കണ്ടു. പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഈ നെടുമുടി വേണു എന്നുള്ള പേരൊന്നും വേണ്ട, ഇനിയിപ്പോൾ അപ്പുണ്ണി നിട്ടാ മതി, കൂടുതൽ യോജിച്ച പേര് എന്ന് പറഞ്ഞു. നമുക്ക് നിന്ന് പിഴയ്ക്കാൻ പറ്റില്ല. അതെ. അയ്യോ, അത് സാർവകാലികമായ അരിച്ചിറങ്ങിക്കളയും. പിന്നെ ഒരു രക്ഷയില്ല. ഇവിടെ തന്നെ അടുത്ത സ്റ്റേജ് തുടങ്ങാൻ പോവാണ്. എവിടെ കാവാലം താങ്കളെ കണ്ടെത്തി താങ്കളെ താളത്തിലേക്ക് കൂട്ടി ഇണക്കി. നെടുമുടിയിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന് താങ്കൾ തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. തിരുവനന്തപുരമാണ് ഇപ്പൊ നിങ്ങളെ ഇങ്ങനെ ഈ കോലത്തിലാക്കിയിട്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പൊ എത്രയായി? 38, 40 വർഷം തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്തേക്കാർ ആൾക്കാരെല്ലാം കുറ്റം പറയുമെങ്കിൽ പോലും തിരുവനന്തപുരത്തിന്റെ വളക്കൂറുള്ള മണ്ണ് പല കലാകാരന്മാർക്കും പെറ്റമ്മയേക്കാൾ കൂടുതൽ. അതെ, തിരുവനന്തപുരം ഒരു നല്ല നഗരമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ എല്ലാ തലസ്ഥാനങ്ങൾക്കും ഉള്ള കുഴപ്പമുണ്ട്, അധികാരമുള്ളിടത്തല്ല ഈ ഉപജാപത്തിൽ കൂടെ കാര്യങ്ങൾ നേടുക, സ്വജനപക്ഷപാതം. ഈ എപ്പോഴും നേരെ പോയി നടക്കാവുന്ന കാര്യം മറ്റേ വഴിക്ക് നല്ലത്, അപ്പുറം വഴി പോവുക, പ്രവേശം വഴി കയറുക, ഇങ്ങനെയുള്ള ചില കുതന്ത്രങ്ങളുണ്ട്. അത് ഈ എല്ലാ അധികാരമുള്ളിടത്തും ഉള്ളൊരു പ്രശ്നമാണ്. അത്തരം ചില കുഴപ്പങ്ങൾ തിരുവനന്തപുരത്തിന് ഉണ്ടെന്നുള്ളത് കവിഞ്ഞിട്ട് ഏത് തരക്കാർക്കും ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ് തിരുവനന്തപുരം. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പക്ഷേ വേണുചേട്ടൻ്റെ വളരെ അടുത്ത സുഹൃത്ത് പറഞ്ഞ്, മൂപ്പർക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം, മൂപ്പർക്ക് നിന്ന് പിഴയ്ക്കാനുള്ള ഏറ്റവും വലിയ ഡിഗ്രി കിട്ടിയത് തിരുവനന്തപുരത്ത് നിന്നാണ്. പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി കൊടുത്തത്
പത്രപ്രവർത്തനമാണ്, മാധ്യമപ്രവർത്തനമാണ് അദ്ദേഹത്തിന്. എല്ലാരെയും കൈകാര്യം ചെയ്യാനുള്ള ഒരു കരവിരുത് താങ്കൾക്ക് ഈ പറഞ്ഞ ക്രിസ്തുകാലത്തെ മാധ്യമപ്രവർത്തനം. അതെ, അതെന്താ അറിയോ, അതിന് ഒരു രസമുണ്ട്. ഞാൻ കുറെ കാലം ഞാൻ പറഞ്ഞില്ലേ ട്യൂട്ടറി കോളേജ് പഠിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു പീരീഡ് ഉണ്ടല്ലോ, ഈ നമ്മുടെ ഒരു ഒരു തലമുറയുടെ ഒരു യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും ഉണ്ടാവണം, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ട്യൂട്ടോറിയൽ കോളേജ് പഠിപ്പിക്കുന്ന സമയത്താണ് ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാർക്കും പ്രണയം ഉണ്ടാകുന്നത്. അതെ അതെ, പഠിച്ചിട്ടുണ്ടായോ? പ്രണയം അന്നേ ഇല്ല, എന്നേ ഉണ്ടല്ലോ പ്രണയം. അതായത് ഒട്ടും പഠിക്കാത്ത പെൺകുട്ടിക്ക് കുറച്ചും കൂടി ശ്രദ്ധയോടെ പാഠം പറഞ്ഞു കൊടുത്തിട്ടാണ് ട്യൂട്ടോറിയൽ അധ്യാപകൻ കുട്ടികളെ ഒന്നും പ്രണയിച്ചിട്ടില്ല. അത് കുട്ടികളുടെ പ്രായമാണെങ്കിൽ അധ്യാപകൻ. അല്ല, എന്താ വെച്ചാൽ അത് ഞാൻ പറഞ്ഞു വന്നത്, ഈ അപ്പൊ പഠിപ്പിക്കുമ്പം നമ്മൾ പഠിച്ചാണല്ലോ വരുന്നത്. നമ്മൾ പഠിച്ചതിനേക്കാൾ വ്യത്യസ്തമായി എങ്ങനെ പഠിപ്പിക്കാം എന്ന് നമ്മൾ ആലോചിക്കും. ഇപ്പൊ കവിതകളൊക്കെ ഈണത്തിൽ ചൊല്ലുക, ഈണത്തിൽ ചൊല്ലുമ്പോഴും അല്ലാതെ ചൊല്ലുമ്പോഴും ഉള്ള വ്യത്യാസങ്ങളെത്ത്, ഇങ്ങനെയൊക്കെ നമ്മൾ അനുഭവിച്ച പീഡനങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് അത് ഇല്ലാതാക്കുക. അതെ, പിന്നെ നമ്മളെ പഠിച്ച നല്ല അധ്യാപകര് തന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ എങ്ങനെ ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമാക്കാമെന്ന് നമ്മൾ ആലോചിക്കും. എന്ന് പറഞ്ഞ പോലെ പത്രപ്രവർത്തന രംഗത്ത് വന്നപ്പോഴും ഞാൻ ആലോചിച്ചത് ജനങ്ങൾ അറിയേണ്ടതും എന്നാൽ വേണ്ടത്ര അറിയപ്പെടാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് കലാരംഗത്ത്, പ്രത്യേകിച്ചു അത് അറിയിക്കണം. ഇപ്പം കലാമണ്ഡലം ഹൈദരാലിയെ പറ്റി ആദ്യമായിട്ട് ലേഖനം എഴുതിയത് ഞാനാണ്. പിന്നെ ഇന്ന് വരെ കണ്ട ഏറ്റവും വലിയ തായമ്പക വിദഗ്ധൻ തൃത്താല കേശവ പൊതുവാൾ, അദ്ദേഹത്തെ പറ്റി ഒരു സചിത്ര ലേഖനം എഴുതി. പിന്നെ കടമ്പനിട്ട പടയണിയെക്കുറിച്ച്, പിന്നെ MD രാമനാഥൻ തുടങ്ങിയിട്ടുള്ള വലിയ സംഗീതജ്ഞന്മാർ, അവരെ പറ്റിയൊക്കെ മലയാളത്തിൽ ആദ്യം വരുന്ന ലേഖനങ്ങൾ ഞാൻ എഴുതിയ ലേഖനങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, അതുപോലെ എല്ലാ നാടകൃത്തുക്കളെയും എൻ കൃഷ്ണപിള്ള സാറ് തുടങ്ങി എന്നപിള്ള, പിന്നെ തോപ്പിൽ ബാസി, KT മുഹമ്മദ്, ജി ശങ്കരപിള്ള സാറ്, CN ശ്രീകണ്ഠൻ നായർ തുടങ്ങിയിട്ടുള്ള സൈഡികൽ കുമാരപിള്ള സാറ്, ഇവരെല്ലാം ഇൻ്റർവ്യൂ ചെയ്യുക. അപ്പം എനിക്ക് ഇന്നത് ചെയ്യണമെന്ന് അവിടെ ഇരുന്നൊരു നിർദ്ദേശമൊന്നുമില്ല. MS മണി അങ്ങനെ ഒരു നിബന്ധന ഒരിക്കലും ഇല്ല. എന്ത് ചെയ്യാം. അതർ ഫോംസ് ഓഫ് ജേർണലിസം. അതെ അതെ. താങ്കളുടെ ആ ഒരു മാധ്യമപ്രവർത്തന കാലഘട്ടത്തെക്കുറിച്ച് ഞങ്ങളെപ്പോലുള്ള സാധാരണ പത്രപ്രവർത്തകരുടെ വേദന താങ്കൾക്ക് മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ ഒരാൾ വരുന്നുണ്ട്. എന്നെ ആലപ്പുഴ ST കോളേജിന് അടുത്തുള്ള ഒരു വായനശാലയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചുകൊണ്ട് പോയി വേണു. അങ്ങനെ എന്നെ ഉദ്ഘാടനം ക്ഷണിക്കാൻ വന്നപ്പോഴാണ് ഈ വേണു എന്ന ചെറുപ്പക്കാരനെ ഞാൻ ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞ് താടിയൊക്കെ വളർത്തി സഞ്ചിയൊക്കെ തൂക്കി വേണു ഒരു ബുദ്ധിജീവിയായി നടന്നു കുറേ കാലം. കൊമേഴ്സ് സിനിമയൊക്കെ പരമപുച്ഛം, എല്ലാത്തോടും പുച്ഛമുള്ള ഒരു കാലഘട്ടമുണ്ട്, ബുദ്ധി കാലഘട്ടം. ആ കാലഘട്ടത്തിൽ താടിയൊക്കെ ആയിട്ട് കലാകൗമുദിക്ക് വേണ്ടി എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ മദ്രാസ് വന്നു. അപ്പോൾ അങ്ങനെ മദ്രാസ് വന്ന് എന്നെ വേണുവിൻ്റെ, അന്ന് നെടുമുടി വേണുവല്ല, വേണുവാണ്, വേണു കലാകൗമുദിയുടെ പ്രതിനിധിയാണ്, എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. അവിടെ വച്ച് ദേവരാജ മാഷ് മാധയെ കൊണ്ട് മാത്രം പാട്ട് പാടിക്കുന്നതിനെക്കുറിച്ച് എന്നോട് ചോദ്യം ചോദിച്ചു. മനഃപൂർവ്വം എന്നെ കൊണ്ട് ഒരു ഉത്തരം പറയിച്ചു വേണു, അതിന് മിടുക്കനെ വേണു. അപ്പോൾ ഞാൻ മാധുരിയെക്കുറിച്ച് എതിരഭിപ്രായം പറഞ്ഞത് ദേവരാജ മാഷ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഒരിക്കൽ പിണക്കം കഴിഞ്ഞ് ഇണങ്ങിയ ഞാനും ദേവരാജ മാഷും പിന്നെയും പിണങ്ങാൻ കാരണക്കാരൻ വേണുവാണ്. ഒരു ബുദ്ധിജീവിയായിട്ട് ജീവിച്ച് കൊമേഴ്സിനെയൊക്കെ പരമപുച്ഛത്തിൽ കണ്ട് നടന്ന ഒരാൾ വളരെ മാറി പ്രായോഗികമായി ജീവിതത്തെ അഭിമുഖീകരിക്കുകയും ധാരാളം കൊമേഴ്ഷ്യൽ സിനിമകളിൽ അഭിനയിക്കുകയും ഏറ്റവും തന്നെ ക്രോസ്ബെറ്റ് മണിയുടെ നാരദൻ കേരളത്തിൽ നിന്നുള്ള ഒരു സിനിമയിൽ നാരദനായിട്ട് വരെ അഭിനയിക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ കാലത്തിനൊപ്പം കാലത്തിനനുസരിച്ച് മാറിയ ഒരു കലാകാരനാണ് നെടുമുടി വേണു. വേണുവിൻ്റെ അഭിനയം എനിക്ക് വളരെ ഇഷ്ടമാണ്. മൂപ്പർക്കെട്ടൊരു പാര വെച്ചതിനെ കുറിച്ച് പുള്ളി ഇപ്പോഴും അല്ല, അത് പറഞ്ഞത് ശരിയല്ല. അത് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് പിന്നെ പുള്ളി അഭിപ്രായം പറഞ്ഞു, കമന്റ് പറഞ്ഞു. അന്ന് പുള്ളി എന്നെ ബുദ്ധിജീവി എന്ന് പറഞ്ഞതുപോലെ പുള്ളി തളച്ചിരിക്കുന്ന സമയമാണ്. ഇന്നും അതിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും അത്രയില്ല. ഞാൻ മാറി പോലെ അല്ല, ഇന്നിതാണെങ്കിൽ അന്നെന്തായിരിക്കും. അദ്ദേഹം ഒരു കമന്റ് പറഞ്ഞു, ഒരു മോശം കമന്റാണ്, ദേവരായ മാഷ് മാധുരിയെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊക്കെ എഴുതാവോ? എഴുതാൻ വേണ്ടിയാ പറഞ്ഞത് എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് എഴുതിയത്.
ഇല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കിയാനെ സത്യമായിട്ടും. അദ്ദേഹം കാണാൻ പോകില്ല, പ്രത്യേകതകൾ പുള്ളി അദ്ദേഹം കാണാൻ പോകുന്ന കാര്യമല്ലേ, അതാണ് സത്യം. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ എഴുതണം, ഇത്രയും രൂക്ഷമായിട്ട് എഴുതണം. അപ്പൊ പിന്നെ വേണുചേട്ടൻ അതിന് മുമ്പ് ഇത് വിസ്തീരിച്ചിട്ടില്ല, ഈ വേദിയിലാണ് ഇപ്പൊ ഇപ്പോഴാ പറയുന്നത് പല കാര്യങ്ങളും തുറന്നു പറയാനുള്ള വേദി. അല്ല സത്യം അങ്ങനെ ഉണ്ടായത്. അല്ലാതെ മൂപ്പറുടെ മനസ്സിൽ ഇപ്പോഴും തെറ്റിദ്ധാരണയുണ്ട്. ഇത് പുള്ളി വിട്ടുപോയി. മൂപ്പർ ആദ്യത്തെ എനിക്ക് അറിയായിരുന്നു ഇപ്പൊ തമ്പി സാർ എന്താ പറയാൻ പോകുന്നുള്ളത്. എനിക്ക് ഏറെക്കുറെ ഞാൻ ഇത് കേട്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ആദ്യം തന്നെ വേണു ഒരു ബുദ്ധിജീവിയായിരുന്നു പറഞ്ഞ് വരുന്നപ്പോ തന്നെ എനിക്കറിയാം എന്തോ എവിടെയോ ഒരു ചെറിയ ഒരു കൊടുത്ത്. അല്ല ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരു സംവിധാനം ഇന്റർവ്യൂ ചെയ്തു, ഒരു സാധാരണ സംവിധായകനാണ്. പക്ഷെ അന്ന് കുറച്ച് കമേഴ്ഷ്യൽ സിനിമകളൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പം ആ വർഷം കാഞ്ചന സീതയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി. അപ്പം ഞാൻ ചോദിക്കേണ്ട കാര്യമുള്ള കാര്യമല്ല, പക്ഷെ ഞാൻ വെറുതെ ചോദിച്ചു, ഈ കാഞ്ചന സീതയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയല്ലോ, എന്താണ് അഭിപ്രായം? ഉടനെ പുള്ളി പറഞ്ഞു, അത് നിങ്ങൾ 1,00,000 രൂപയും ഒരു ആരിഫ്ലസ് ക്യാമറ എൻ്റെ തരണം, കാഞ്ചന സീതയുടെ തന്തപ്പടം എടുത്ത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. സത്യമാഷ് പണ്ട് പറഞ്ഞതാണിത്. സത്യത്രയുടെ പറ്റി പറഞ്ഞപ്പോൾ സത്യമാഷ് പറഞ്ഞതാണ്, അത് പുള്ളി ഒന്ന് ആവർത്തിച്ചതാണ്. അപ്പം ഞാൻ ബുക്ക് മടക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അതെ ഈ അത്തരം സിനിമകൾക്ക് എടുക്കണമെങ്കിൽ കാശും ക്യാമറയും മാത്രം പോരാ, ഇതിനകത്തൊരു സാധനമുണ്ട്, അതുകൂടെ വേണം. അതില്ലാത്തത് നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങളുടെ ഗുരുദാസന്മാരുണ്ടല്ലോ, അദ്ദേഹം പലവരുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തല്ലേ, അവരിങ്ങനെ പറയില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ, ഇത് ഞാൻ എന്തായാലും എഴുതാൻ പോകുന്നില്ല, എഴുതി നിങ്ങൾ ചീത്തയാക്കുന്നില്ല, അതുകൊണ്ട് ഇനി മേലെ ആരോട് ഇത് പറയരുത് ഇത്ര വർത്തമാനം, എന്നിട്ട് ബാക്കി എന്ന് പറഞ്ഞ. അപ്പൊ ഇങ്ങനെ ഔചിത്യം കാണിക്കാറുണ്ട്. ഒരിക്കലും എഴുതാൻ പാടില്ലാത്ത നമ്മൾ എഴുതാറില്ല. ഇത് ഇദ്ദേഹം പറഞ്ഞത് നിർബന്ധിച്ച് നമ്മളെ കൂടെ ഒരാളും കൂടെ വരുന്നു. നമസ്കാരം. 1975 അടയാർ ഫിലിം ഷൂട്ടിൽ പാസ്സായിട്ട് ഞാൻ ചാൻസിന് വേണ്ടി ഇങ്ങനെ അലയുന്ന സമയം, ചാൻസലറായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തു നിന്നും കേരളകൗമുദിയുടെ ഫിലിം മാഗസിൻ പബ്ലിക്കേഷൻ്റെ അതിൻ്റെ ലേഖകനായിട്ടാണ് നെടുമുടി വേണു മദിരാശിയിലെത്തുന്നത്. അങ്ങനെ ഞങ്ങളത് പരിചയപ്പെടുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ അടയാർ ഫിലിം ഷൂട്ട് 2 കൊല്ലം കഴിഞ്ഞ് പാസ്സായാണ്, അപ്പോൾ ഒരു റൈറ്റപ്പ് കൊടുക്കാം. പേരെന്ത്, സുധീർ കുമാർ എന്നുള്ള പേരില്ലേ, അപ്പോൾ ഹാസ്യ നടനാവാനാണ് ആഗ്രഹം എന്ന് പറയുന്നുണ്ട്, സുധീർ കുമാർ എന്നുള്ള പേര് ചേരും. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ തമാശ അഭിനയിക്കുന്ന ആളൊരു തമാശ വല്ല പരേതൻ നിട്ടാൽ പോരെ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അടുത്ത ആഴ്ച ഫിലിം മാഗസിനിൽ എൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്ത് മുകളിൽ വലിയ തലക്കെട്ടിതായിരുന്നു, പരേതൻ. എൻ്റെ വീട്ടുകാരിത് വായിച്ചാന്ന്. എൻ്റെ അമ്മയൊക്കെ വിചാരിച്ച് അവൻ ഇൻസ്റ്റിറ്റ്യൂട്ട് 2 കൊല്ലം പഠിച്ച് ചാൻസ് കിട്ടാതെ എന്തോന്നോ വിഷം വാങ്ങിച്ചൊന്ന് ചത്തു എന്ന് വിചാരിച്ച്. അവർ നെഞ്ചത്തടിയും കലവിളിയായിട്ട് മുഴുവൻ വായിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് തമാശയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞൊരു പേരാണ് അദ്ദേഹം ടൈറ്റിലായിട്ട് ഉപയോഗിച്ചത്. അതുകൊണ്ട് ചില്ലറക്കാരനല്ല ഈ ഇരിക്കുന്നത് കേട്ടോ. പക്ഷേ നെടുമുടി വേണു എന്നല്ല കലാകാരനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലല്ല മലയാളം അറിയാവുന്ന ഏതൊരാളും പറയും ഗ്രേറ്റ് ആക്ടർ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കും. കാരണം അദ്ദേഹത്തിനായിട്ട് ഞാനൊരു 100ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിലെല്ലാം ഈ പ്രകടനം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ആ കഥാപാത്രമായിട്ട് ജീവിക്കുക. അതായത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരു പരകായ പ്രവേശമാണ്. ഒരു കഥാപാത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ഭാവങ്ങളും ചലനങ്ങളും ഡയലോഗ് റെൻഡറിങ് എല്ലാം ഒത്തുവരുന്നത് വളരെ അപൂർവ നടന്മാർക്ക് മാത്രം പറ്റുന്ന ഒരു സിദ്ധിയാണ്. ആ സിദ്ധി മലയാളത്തിൽ ഏറ്റവും കൂടുതലുള്ള ആളാണ് ശ്രീ വേണു. എല്ലാ പടങ്ങളിലും അദ്ദേഹം ഞാൻ അഭിനയിക്കുന്ന രംഗങ്ങളിലൊക്കെ അഭിനയം പറഞ്ഞു തരാറുണ്ട്. എന്നെ സംബന്ധിച്ചോളം നെടുമുടി വേണു ഇന്ന് മലയാളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല 3 നടന്മാരുടെ പേരെടുത്താൽ അതിലൊന്ന് നെടുമുടി വേണു തന്നെയായിരിക്കും. പക്ഷെ നിങ്ങൾ അദ്ദേഹത്തിനെ പരേതനാക്കിയത് മറന്നിട്ടില്ല. 10-30 വർഷക്കാലം നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചെങ്കിൽ പോലും ആ പരേതൻ മനസ്സിൽ കിടന്ന് കളിക്കുന്നത് പലപ്പോഴും പറയാറുള്ളതാണ്. അത് രാജു ആയതുകൊണ്ട് അതിൽ സ്വന്തം സംഭാവന കുറച്ചുണ്ട്, ചേർക്കും. വീട്ടുകാരുടെ അമ്മ കരഞ്ഞതും വീട്ടുകാർ ടെൻഷൻ അടിച്ചതൊക്കെ. കാരണം ഇതൊന്ന് വായിച്ചു നോക്കി അറിയാമല്ലോ അല്ലെന്നുള്ളത്. എന്നാലും അതൊരു കുസൃതി മനസ്സിലുണ്ട്, കുസൃതി ഉണ്ടായിരുന്നു. അല്ല ഇത് ഈ പറഞ്ഞവർ ഇദ്ദേഹം പറഞ്ഞതാ, നിങ്ങളെ പരേതൻ മാറ്റാം, ശരി ആയിക്കോട്ടെ പരേതൻ, അത്ര തന്നെ ഉള്ളൂ. അതിനെ ഒരു പണിയെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതിനകത്തൊരു ഒരു എന്താ പറയണ്ട ഒരു കുസൃതിത്തരം ഇങ്ങനെ നടന്നിരുന്നു. അതെ അതെ. ഒരു പക്ഷെ താങ്കളുടെ അഭിനയത്തിലെ അങ്ങനെയുള്ള ചില ഇഴകളായിരിക്കാം താങ്കളെ പല ആൾക്കാർക്ക് വ്യത്യസ്തമാക്കിയത്. തിരുവനന്തപുരത്ത് ചെന്നപ്പെട്ട ഒരു കമ്പനി, ആ കമ്പനിയിൽ ഇങ്ങനെയുള്ള സ്വഭാവവിശേഷങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു.
ഭരതൻ, അരവിന്ദൻ, പത്മരാജൻ, ഗോപി, ഇത് മഹാന്മാരുടെ ഒരു ഇത്. എനിക്കൊന്ന് വേണുചേട്ടനെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടഞ്ഞ് കറക്കി ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്ന പോലെ, വെണ്ണ എടുക്കുന്ന പോലെ എടുത്തു വന്നു. അതെ, അതൊരു ഒരു വല്ലാത്ത കാലഘട്ടമായിരുന്നു. നമ്മൾ ഈ കൊള്ളക്കൊടുക്കുക എന്ന് പറയത്തില്ലേ, ഗിവ് ആൻഡ് ടേക്ക്, കൊടുത്തും വാങ്ങും, കൊടുത്തും വാങ്ങും, കൊണ്ടും കൊടുത്തും അങ്ങനെ ഒരു വല്ലാത്ത കാലമായിരുന്നു. മറ്റത് പല കമ്പനിയിൽ നിന്നും നമുക്കൊന്നും കിട്ടാനില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇഷ്ടം പോലെ എല്ലാവരും പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ്. കടമൽട്ട വരും, അയ്യപ്പള്ളി സാറ് മദ്യപാനം ഇഷ്ടമല്ലാത്തതുകൊണ്ട് അയ്യപ്പള്ളി സാറ് അങ്ങനെ കൊണ്ട് വരത്തില്ല, വല്ലപ്പോഴും വന്ന് കയറും. പിന്നെ CNC ഇടുന്നവർ വരും, ഭാസ്കരൻ മാഷെ ആദ്യം കാണുന്നത് അവിടെ എല്ലാവരും വന്ന് ചേരും. മൃണാൾസെന്നെ ആദ്യം കാണുന്നത് ഈ സംഘത്തിൽ വെച്ചാണ്. നികുഞ്ചം ഹോട്ടലുണ്ട് അവിടെയാണ് ഞങ്ങളുടെ സങ്കേതം. അതൊരു ഒരു ഒരു ബ്രില്യൻറ്റ് കാലഘട്ടമായിരുന്നു. അവിടെ നിന്നാണ് ഒരുപാട് സിനിമകൾ ഉണ്ടായത്, ഒരുപാട് നാടകങ്ങൾ ഉണ്ടായത്, ഒരുപാട് കഥകൾ. ഇപ്പം എഴുത്തുകാരൻ നമ്മുടെ സോഷ്യൽ റൈറ്റർ സേതു ഒക്കെ അവിടുത്തെ ഒരു അന്തേവാസിയായിരുന്നു. ഒരുപാട് പേര് ഈ വൈകുന്നേരത്തെ സായങ്കാലത്തിന് മേമ്പടികളൊക്കെ ആരാ സംഘടിപ്പിക്കുന്നത്? അതിനൊക്കെ ആൾക്കാർ അതിനാളില്ല, ആളില്ലെന്നല്ല, എവിടുന്ന് വരുന്നു, എവിടുന്ന് പിന്നെ ആഹാരം വരുന്നു, ഇതൊന്നും അറിഞ്ഞുകൂടാ. ഈ ജലസേചന സൗകര്യങ്ങളൊക്കെ എങ്ങനെ എല്ലാം അങ്ങനെ വന്നോളൂ, അതിങ്ങനെ വന്നോളൂ. അതിൽ ബ്രാൻഡൊന്നുമില്ല, എന്ത് വന്നാലും അത് സ്വീകരിക്കാൻ സർവാത്മന സ്വീകരിക്കും. അതെ, അങ്ങനെയാണ്. അങ്ങനെ കാലമായിരുന്നു. പക്ഷെ അതല്ല മസ്റ്റ്, അതിന്റെ ഒരു മേമ്പൊടി മാത്രമേ ഉള്ളൂ. അതിന് വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. പക്ഷെ അല്ലാതെ ഈ സൗഹൃദം തന്നെ ഒരു ലഹരിയായിരുന്നു. മാത്രമല്ല ഒരാളുടെ അറിവ് വേറൊരാളിലേക്ക് പകരുക. അദ്ദേഹം നിരീക്ഷിച്ച കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആ സദസ്സിലിങ്ങനെ കുടഞ്ഞിടുകയാണ്. ഈ MG രാജനെ പോലെയും പിന്നെ നെയ്യാറ്റിൻകര വാസുദേവൻ പോലുള്ള സംഗീതജ്ഞന്മാർ വരും, ഒരു കൂട്ടര് ചിത്രകാരന്മാർ വരും, പൊറിഞ്ചിക്കുട്ടി, അങ്ങനെയുള്ള ഹരിദാസ് തുടങ്ങിയിട്ടുള്ള ചിത്രകാരന്മാർ വരും, MV ദേവൻ വരും, ചിലപ്പോൾ CN കരുണാകരൻ വരും, ചിലപ്പോൾ ശില്പികൾ വരും, കാനായി പോലുള്ള ശില്പികൾ വരാറുണ്ട്. അപ്പോൾ പിന്നെ എഴുത്തുകാർ. വെളിച്ചേട്ടൻ ജൂനിയറാണ് അവിടെ ആ കമ്പനിയിൽ. പക്ഷെ ഒരു വലിയ ഗുണം കിട്ടിയത് എന്നെ അങ്ങനെ ആരും കണക്കാക്കിയില്ലെന്നുള്ളതാണ്. സത്യമായിട്ടും അത് സിനിമയിൽ വന്നപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പം ശങ്കരാടി ചേട്ടനായാലും കൊട്ടാരച്ചേട്ടനായാലും പ്രേംനസീർ സാറായാലും ആരൊക്കെ ആയാലും കൃഷ്ണനാണെങ്കിൽ പിന്നെ തോളത്ത് കഴിഞ്ഞ് നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും എന്നെ ഒരു ജൂനിയറായിട്ട് മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതൊരു വലിയ ഒരു സമഭാവനയോടെയാണ് അങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്.